പ്രിയദർശിനിയുടെ ആദ്യ വാഹനം അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടുത്തെ അന്തരീക്ഷം? ജീവനക്കാർ മധുരം നൽകി പ്രിയദർശിനി ബസ്സിലെയും യാത്രക്കാരെയും മുഖ്യമന്ത്രിയും ഒക്കെ സ്വീകരിക്കും. സെക്രട്ടേറിയറ്റ് ജീവനക്കാർ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ലഡുവുമായി കാത്തു നിൽക്കുകയാണ്. ഇത് ആർക്ക് കൊടുക്കാൻ ലഡു? വരുന്ന ജീവനക്കാർക്കും നമ്മുടെ ബസ്സിൽ വരുന്ന എല്ലാ യാത്രക്കാർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രിക്കും കൊടുക്കും. അതെ, വലിയ സന്തോഷമുള്ള നിമിഷമാണെന്നോ അല്ലേ ജീവനക്കാർക്കും ഒക്കെ? തീർച്ചയായിട്ടും. കാരണം സർക്കാർ സാധാരണക്കാരോടൊപ്പമാണെന്ന് തെളിയിക്കുന്ന ഒരു വലിയൊരു കാര്യമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ്. നിങ്ങൾക്കൊക്കെ സൗജന്യ യാത്രയിൽ ഭാഗമാവായിരുന്നു. നേരത്തെ ഇപ്പം തന്നെ ഉണ്ടോ? സൗജന്യമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ? സർവീസ് അങ്ങനെ വരുന്നുണ്ട്? വരുന്ന ഒത്തിരി പേരുണ്ട്, ഒരുപാട് ആൾക്കാർ. കാരണം താഴ്ന്ന വിഭാഗം കുറേ ജീവനക്കാരും എല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുന്നവരാണ്. അവർക്കൊക്കെ വളരെ ഒരു സ്വാതന്ത്ര്യവും കരുതലും ഒക്കെയാണ് സർക്കാർ ഈ ഒരു പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു സന്തോഷമുള്ള നിമിഷമാണ്. സന്തോഷമുള്ള നിമിഷമാണെന്ന് മാത്രമല്ല, കാരണം ഈ യാത്ര യൂസ് ചെയ്യുന്ന കൂടുതലും മെജോറിറ്റി സ്ത്രീകളാണല്ലോ യാത്ര ചെയ്യുന്നത്. സാധാരണക്കാരിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ജീവനക്കാരുണ്ട്. പിന്നെ ഡെയിലി തന്നെ റൂറൽ ഏരിയയിൽ നിന്നും വീട് ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർ വരുന്നത് ബസ്സിലാണ്. പിന്നെ സാധാരണ വയസ്സായവർ ആശുപത്രിയിൽ പോകുന്ന ബസ്സിലാണ്. പിന്നെ സാധാരണക്കുള്ള ഉദ്യോഗസ്ഥർ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ആ കിട്ടുന്ന ജീവനക്കാരെ കുറച്ച് പൈസ മാറ്റി വെക്കാമല്ലോ. മാറ്റി വെക്കാന്ന് വെച്ചാൽ അത് വീട്ടുകാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിരിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസം, എന്തെല്ലാം കാര്യം. ഒരു സ്ത്രീയാണല്ലോ വീടിൻ്റെ കരുതലെന്ന് പറയുന്നത്. അപ്പം അവർക്ക് ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. Be happy. This is one of the important step in the history of Kerala. Be proud and happy, especially Kerala ladies. Thank you. ഈ സർക്കാർ ജീവനക്കാർക്കും ഒരുപാട് ആവശ്യങ്ങൾ ബാക്കിയുണ്ട്. അതൊക്കെ വൈകാതെ നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കും അല്ലേ? പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാം നമ്മൾക്ക് സാധിച്ചു തരാമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ബഡ്ജറ്റിൽ നമുക്ക് അതിനുള്ള 3 വിസ്മയങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് 19-ാം തീയതി. തീർച്ചയായിട്ടും വിസ്മയങ്ങൾ വിശ്വസിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം വിസ്മയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ബജറ്റിലും വിസ്മയങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ ജീവനക്കാരും അത് പ്രതീക്ഷിക്കുന്നു. ഈ പ്രിയദർശിനിക്ക് പിന്നാലെ ബജറ്റിലും വലിയ വിസ്മയങ്ങളുണ്ടാകും. മധുര പലഹാരവുമായി ലഡുവുമായി കാത്തു നിൽക്കുകയാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ പ്രിയദർശിനിയെ സ്വീകരിക്കാൻ. പ്രിയദർശിനിയുടെ മുൻ സീറ്റിലിരുന്ന് വരുന്ന മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും അതിന്റെ വളയം പിടിക്കുന്ന ഷീല ഉൾപ്പെടെയുള്ള KSRTC ജീവനക്കാരെയും സ്വീകരിക്കാൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ദർബാർ ഹാളിന് മുന്നിൽ ജീവനക്കാരുടെ വലിയൊരു നിര ഇവിടെ ഉണ്ട്. സ്വാഭാവികമായും അവർക്ക് കൂടി വലിയ സന്തോഷമുള്ള നിമിഷമാണ്. സർക്കാരിന്റെ വലിയൊരു തീരുമാനം നടപ്പാകുന്നു. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. സന്തോഷമുള്ളതാണോ? അരുൺ തുടരുക. ഇപ്പോൾ നമ്മൾ ബസ്സിൽ നിന്നുള്ള കാഴ്ചകളിലേക്ക് കൂടിയാണ് പോകുന്നത്. യാത്രക്കാരൊക്കെ പാട്ടുപാടി വലിയ ആഹ്ലാദത്തിന്റെ നിമിഷമാണ്. ഒരു വിനോദയാത്രയുടെ മൂടാണ് ആദ്യ സൗജന്യ യാത്ര അനുവദിച്ച പ്രിയദർശിനി ബസ്സിൽ ഇപ്പോഴുള്ളത്. യാത്രക്കാരെല്ലാം പാട്ടുപാടി സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യുന്നു. മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയുമുണ്ട്. അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് ഈ വാഹനമെത്തും. എന്തായാലും ഒരു വിനോദയാത്രയുടെ പ്രതീതിയുണ്ട് ഈ വാഹനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ. ഇത് സർക്കാരിന്റെ ഔദാര്യമല്ല, സ്ത്രീകൾക്കുള്ള ആദരം എന്നതാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. പ്രിയദർശിനി ബസ്സിൽ നിന്നുമുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. പാട്ടുപാടിയും സന്തോഷം പങ്കിട്ടുമൊക്കെ അങ്ങനെ പ്രിയദർശിനിയുടെ ആദ്യ യാത്ര സെക്രട്ടേറിയറ്റിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രി അതിൽ യാത്ര ചെയ്യും. വളരെ സാവധാനത്തിലാണ് ബസ് മുന്നോട്ട് വരുന്നത്. ആദ്യ യാത്രയാണ്. പലയിടങ്ങളിലും സ്വീകരണമുണ്ട്. വഴിയോരങ്ങളിൽ ആളുകൾ ആദ്യ സൗജന്യ യാത്ര പ്രിയദർശിനി യാത്ര കാണാൻ വേണ്ടി ആളുകൾ ഉണ്ട്. അവരെയൊക്കെ അഭിവാദ്യം ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും. ഏതായാലും അല്പസമയത്തിനകം തന്നെ ബസ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തും. അവിടെയും വലിയ സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങളുണ്ട്. ജീവനക്കാർ ഉൾപ്പെടെ മന്ത്രിമാർക്കും യാത്രക്കാർക്കുമൊക്കെ മധുര പലഹാരങ്ങളുമായി കാത്തു നിൽക്കുന്നു. കണ്ടക്ടറെ ഉൾപ്പെടെ മുഖ്യമന്ത്രി
അഭിനന്ദിക്കുന്ന അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ബസ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തും. എന്തായാലും സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമാകുന്ന പദ്ധതിയാണ്. ആ സ്ത്രീകളോടുള്ള കരുതൽ, UDF സർക്കാരിന്റെ കരുതൽ കൂടി പ്രകടമാക്കുന്നതാണ് ഈ 5 പ്രധാന ഗ്യാരണ്ടികളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അത് സാധ്യമാക്കിക്കൊണ്ടുള്ള ഈ പദ്ധതിയുടെ ഇന്നത്തെ ഉദ്ഘാടനം. വഴിയോരങ്ങളിലെ കാഴ്ചകൾ കൂടി നമ്മൾ കാണുകയാണ്. വലിയ ക്രൗഡാണ്. അവരൊക്കെയും ഇതിന്റെ ഭാഗമാകുന്നു, ഈ സന്തോഷത്തിൽ പങ്കാളികളാകുന്നു. അവരെയൊക്കെ അഭിവാദ്യം ചെയ്യുന്നു മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും. അങ്ങനെ വളരെ സാവധാനത്തിലാണ് ആ വാഹനം മുന്നോട്ട് നീങ്ങുന്നത്. എന്തായാലും സെക്രട്ടേറിയറ്റിലേക്ക് എത്താൻ കുറച്ചുകൂടി സമയം എടുക്കുമെന്ന് കരുതുന്നു. അവിടെ ജീവനക്കാർ ലഘുവുമായി കാത്തു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയെയും യാത്രക്കാരെയും ഒക്കെ സ്വീകരിക്കാൻ. ഇനി മുതൽ സ്ത്രീകൾക്ക് കേരളത്തിലെ KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയാണ്. 0 ടിക്കറ്റ് എടുത്ത് അവർക്ക് പരിധികളില്ലാതെ യാത്ര ചെയ്യാം. ഒരു രേഖകളും കാണിക്കേണ്ടതില്ല. സംസ്ഥാനത്തിന് പുറത്തുള്ള സ്ത്രീകൾക്ക് പോലും ആ സൗജന്യം ലഭ്യമാകും. ഇത് ഔദാര്യമല്ല, ആദരവാണ് എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളോടുള്ള ആദരവാണ് എന്ന് പറയുന്നു. നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ ഈ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തിയത്. ഇത് വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ട്. ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചയായിട്ടുണ്ട്. ഇതിനിടയിൽ സർക്കാർ അവതരിപ്പിച്ച ധവളപത്രം, അതിൽ KSRTCയുടെ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നത് വ്യക്തമാക്കിയിരുന്നതാണ്. ആ രീതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നവരുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.